നല്ല മുരിഞ്ഞ പഴംപൊരിയും ചൂടുള്ള ചായയും ഇല്ലെങ്കിൽ വടയും ചൂടുള്ള ചായയും കിട്ടിയാൽ എന്ത് അടിപൊളിയായേനെ. പക്ഷേ ഇത് കഴിച്ചാൽ നമ്മളെ വെയിറ്റ് എന്തായാലും കുറയില്ല. പഴംപൊരിയുടെയും വടയുടെയും നല്ല അടിപൊളി ടേസ്റ്റുള്ള വെയിറ്റും കൂടാത്ത 3 റെസിപ്പീസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടത് പാതിപ്പഴം, കുറച്ച് പാല്, ഓട്സിൻ്റെ പൊടി, സിനമൺ പൗഡറും പിന്നെ തേൻ. ഇതൊക്കെ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കുക. നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടാവണം. അപ്പോൾ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് പിന്നെ നമുക്ക് വേണ്ടത് 2 സ്ലൈസ് ഓഫ് ബ്രെഡാണ്. ഈ 2 സ്ലൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിഗ്രെയിനോ ഇല്ലെങ്കിൽ വീറ്റിൻ്റെ ബ്രെഡോ അങ്ങനത്തെ ഏതെങ്കിലും ബ്രെഡ് എടുക്കും. വൈറ്റ് ബ്രെഡ് പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ബ്രെഡിനെ നന്നായിട്ട് 2 സൈഡും മുക്കിയിട്ട് നന്നായിട്ട് ബ്രെഡിനെ കോട്ട് ചെയ്തിട്ട് നമുക്ക് പാനിൽ കുറച്ച് ഗീ ഇട്ടിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ബ്രെഡിനെ ഒന്നൊന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്യാം. ഒരു സൈഡ് നന്നായിട്ട് കുക്കായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പം എളുപ്പത്തിൽ നമ്മളെ ബ്രെഡ് ബനാന ടോസ്റ്റ് റെഡിയാണ്. ഈ ടോസ്റ്റിൻ്റെ ടേസ്റ്റ് സെയിം നമ്മളെ പഴംപൊരിയുടെ പോലെയാണ്. അത് ഫ്രൈയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത്ര വെയിറ്റ് കൂടാനുള്ള സംഭവവും ഇല്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് ബനാന ടോസ്റ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത റെസിപ്പി, ഇതിന് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് മൂങ് ദാലിനെ നന്നായിട്ട് അറ്റ്ലീസ്റ്റ് 2 to 3 hours സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കണം. അതിൽ കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് അജ്വൈൻ, കുറച്ച് ജീര പൗഡറും ടർമറിക് പൗഡറും ഇട്ട് കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് ഉപ്പും. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ബൗളിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഏതെങ്കിലും വെജിറ്റബിൾസ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം, ചില്ലി, ടൊമാറ്റോ ആൻഡ് അനിയനാണ്. ഇതിനെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ ചോപ്പർ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ഭയങ്കര എളുപ്പമുള്ള പണിയാണ്. ചോപ്പ് ചെയ്യുക. ഈ വെജിറ്റബിൾസിനെല്ലാം നമുക്ക് ബാറ്ററിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൂങ് ദാലിൻ്റെ കൂടെ വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് വീണ്ടും വേണ്ടത് 2 സ്ലൈസ് ഓഫ് ബ്രെഡാണ്. ഈ 2 സ്ലൈസ് ഓഫ് ബ്രെഡിൽ ഒരു സൈഡിൽ നന്നായിട്ട് നമ്മൾ ഈ ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജാമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഓട്സ് ബ്രെഡിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നന്നായിട്ട് ദാലിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്തിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഈ ദാൽ സ്പ്രെഡ് ചെയ്ത സൈഡ് കുക്ക് ചെയ്യുക. പിന്നെ മറ്റേ സൈഡിലും ദാൽ സ്പ്രെഡ് ചെയ്യുക. ഒരു 5 മിനിറ്റിൽ ബ്രെഡിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരും. പിന്നെ മറ്റേ സൈഡിലും നന്നായിട്ട് കുക്ക് ചെയ്യുക. ഇനി നമുക്ക് 3ാമത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ദാൽ ടോസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബാറ്റർ കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ലൊരു പ്രോട്ടീൻ റിച്ചും ഹൈ ഫൈബർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനത്തെ 1 or 2 ദോശ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ചട്നീൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ 3 ഡിഫറെൻറ്റ് റെസിപ്പീസ് ഇന്ന് കണ്ടു. അപ്പോൾ ഈ റെസിപ്പീസ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. പിന്നെ നമുക്ക് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഹൈ ഇൻ പ്രോട്ടീനും പിന്നെ ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റുമാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്.
വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും നല്ലതാണ്. നമ്മൾ എണീച്ച് കഴിഞ്ഞിട്ട് വിത്തിൻ 1 hour 1.5 hour നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരാഴ്ച കഴിച്ചാൽ തന്നെ നമ്മളെ വെയിറ്റിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. നിങ്ങളും ഈ വെയിറ്റ് ലോസ് ജേർണിയിലാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, അറ്റ്ലീസ്റ്റ് വെയിറ്റിൽ ഡിഫറൻസ് കാണാൻ 14 days to 21 days എന്തായാലും എടുക്കും. ആ ഒരു സമയം നിങ്ങളെ ബോഡിക്ക് കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തെ ഹെൽത്തി ഭക്ഷണം പിന്നെ ജങ്ക് കുറച്ച് കുറവാക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളെ വീട്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നും കഴിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കുറേ വെയിറ്റ് ലോസ് റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത്. ബൈ ആൻഡ് ടേക്ക് കെയർ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം.